നമസ്കാരം. ഗുജറാത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുഖം മിനുക്കാൻ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങി ബി.ജെ.പി. നേതൃത്വം. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഒഴികെയുള്ള എല്ലാ മന്ത്രിമാരും രാജിവെച്ചു. മുഖ്യമന്ത്രി ഇവരുടെ രാജി സ്വീകരിച്ചെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി ഇന്ന് വൈകുന്നേരം ഗവർണർ ആചാര്യ ദേവവ്രതിനെ മുഖ്യമന്ത്രിയെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരിൽ ഹർഷ് സംഘവിയും ഋഷികേശ് പട്ടേലും മാത്രമേ പുതിയ മന്ത്രിസഭയിൽ നിലനിർത്താൻ സാധ്യതയുള്ളൂ. പുതിയ മന്ത്രിസഭയിൽ 10 പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. 23 മുതൽ അംഗങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. പുനഃസംഘടനയുടെ ഭാഗമായി നിലവിലുള്ള മന്ത്രിമാരിൽ പകുതിയോളം പേരെ മാറ്റുമെന്നും മുതിർന്ന ബി.ജെ.പി. നേതാവ് പറഞ്ഞു. നിലവിലെ ഗുജറാത്ത് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 17 മന്ത്രിമാരാണ് ഉള്ളത്. ഇവരിൽ 8 പേർക്ക് ക്യാബിനറ്റ് പദവിയുണ്ട്. 8 സഹമന്ത്രിമാരും സംസ്ഥാനത്തുണ്ട്. വെള്ളിയാഴ്ച രാവിലെ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പറയുന്നത്. 10 പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുജറാത്തിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമെന്ന് ബി.ജെ.പി. വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പുനഃസംഘടനയുടെ ഭാഗമായി നിലവിലുള്ളവരിൽ പകുതിയിലേറെ പേരെയും മാറ്റി നിയമിച്ചേക്കുമെന്ന് വിവരങ്ങളുണ്ട്. പുതിയ മന്ത്രിസഭ വെള്ളിയാഴ്ച രാവിലെ 11:30 ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ബി.ജെ.പി. ദേശീയ പ്രസിഡന്റ് ജെ.പി. നദ്ദയുടെയും സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. നിലവിൽ മുഖ്യമന്ത്രിയടക്കം 17 മന്ത്രിമാരാണ് മന്ത്രിസഭയിലുള്ളത്. 8 പേർ ക്യാബിനറ്റ് പദവിയിലുള്ളവരും 8 പേർ സഹമന്ത്രിമാരുമായിരുന്നു. 182 അംഗങ്ങളാണ് ഗുജറാത്ത് നിയമസഭയിൽ ഉള്ളത്. വ്യവസ്ഥകൾ പ്രകാരം 27 മന്ത്രിമാർ വരെയാകാം. സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ ഘടനാപരമായ മാറ്റങ്ങളിലൊന്നാണ് മന്ത്രിസഭാ പുനഃസംഘടന. ആം ആദ്മി പാർട്ടി പോലുള്ള പാർട്ടികളുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ഗുജറാത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്ന വോട്ടർ ചലനാത്മകതയും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാനാണ് ബി.ജെ.പി. നീക്കം. OBC പട്ടീദാർ സൗരാഷ്ട്ര മേഖല പ്രാതിനിധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തങ്ങളുടെ ശക്തി കേന്ദ്രം ഏകീകരിക്കാനും പ്രകടനം മെച്ചപ്പെടുത്താനും ഭരണത്തിൽ ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കാനും ബി.ജെ.പി. ലക്ഷ്യമിടുന്നു. ഗുജറാത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുഖം മിനുക്കാൻ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് എന്തായാലും ബി.ജെ.പി. നേതൃത്വം. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഒഴികെയുള്ള എല്ലാ മന്ത്രിമാരും രാജിവെച്ചു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. മുഖ്യമന്ത്രി ഇവരുടെ രാജി സ്വീകരിച്ചു കഴിഞ്ഞു. പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി എന്തായാലും ചർച്ച തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹർഷ് സംഘവിയും ഋഷികേശ് പട്ടേലും മാത്രമേ ഇപ്പോൾ പുതിയ മന്ത്രിസഭയിൽ നിലനിർത്താൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നതേയുള്ളൂ. എന്തായാലും മന്ത്രിമാരിൽ പകുതിയോളം പേരെ മാറ്റുമെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം.